ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ ദിവസം കർത്താവായ യേശു കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരെ ഭക്ഷണത്തിന് വിളിക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ആ വിശുദ്ധ കുർബാനയുടെ ആ ഒരു സിംബോളിക്ക് പോലെ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 12-ാം വാക്യത്തിൻ്റെ 38 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്, അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവനവനോട് ഉത്തരം പറഞ്ഞു, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകൻ്റെ അടയാളങ്ങളല്ലാതെ അതിന് അടയാളങ്ങൾ ലഭിക്കുകയില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. നിനവേക്കാരൻ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ടു മാനസാന്തരപ്പെടുന്നുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയവൻ തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റു അതിനെ കുറ്റം വിധിക്കും. അവൻ ശലോമോൻ്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലം കൂടി തണുപ്പന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലും എന്നവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണും. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പലത്തേതിലും വല്ലാതെയാവും. ഈ ദുഷ്ട തലമുറയ്ക്കും അങ്ങനെ ഭവിക്കും. അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയും അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിപ്പാൻ ആഗ്രഹിച്ചു പുറത്തു. ഒരുത്തൻ അവനോട്, നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിപ്പാൻ ആഗ്രഹിച്ചു പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞവനോടവൻ, എൻ്റെ അമ്മയാർ, എൻ്റെ സഹോദരന്മാരാർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും. സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നുവെന്ന് പറഞ്ഞു. കർത്താവായ യേശു കർത്താവിൻ്റെ ആ വലിയൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ ഈ അധ്യായത്തിൽ കാണുന്ന ഇത്, കർത്താവിൻ്റെ ആ ചിന്ത. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്ന നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിനെ സ്നേഹിച്ചാൽ അവൻ നമ്മളുടെ പിതാവാണ്, സഹോദരനാണ്. ആ ഒരു മനോഭാവത്തിൽ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്താൽ കർത്താവിൻ്റെ പെറ്റാകാം. അതിനായി ഈ വിശുദ്ധ ദിവസം നമ്മൾക്ക് ഏവർക്കും സാധിക്കട്ടെ. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്ന് വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി ആവരിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിലൂടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ വചനത്തിനു മേൽ ദൈവശക്തി പകരണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു മൂലം തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു.